ആദ്യം മദർഷിപ്പ് എത്തുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിന് കരുത്തു കൂട്ടാൻ 2 സുപ്രധാന പദ്ധതികളാണുള്ളത്. വിഴിഞ്ഞത്തെ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയും വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള റിംഗ് റോഡും. പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായില്ലെങ്കിലും സ്ഥലമേറ്റെടുക്കലടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിനൊപ്പം നടപ്പിലാകാൻ ഒരുങ്ങുന്ന മറ്റൊരു വലിയ വികസന പദ്ധതി വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാത. 99% ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന തുരങ്കപാത. 10.76 കിലോമീറ്റർ റെയിൽപാതയിൽ 9.5 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കപാതയാണ്. 1400 കോടി രൂപ ചിലവിലുള്ള പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്. തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായാണ് ബന്ധിപ്പിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെയ്നർ യാർഡ് കൂടി നിർമ്മിക്കുന്നതോടെ ചരക്ക് നീക്കം സുഗമവും അതിവേഗവുമാകും. നിലവിൽ പാരിസ്ഥിതിക സാമൂഹികാഘാത പഠനങ്ങൾ കഴിഞ്ഞു. കേന്ദ്ര റെയിൽവേയുടെ അംഗീകാരവും ലഭിച്ചു. സ്ഥലമേറ്റെടുപ്പ് നടപടികളാണ് പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പുണ്ടാക്കാനൊരുങ്ങുന്ന മറ്റൊരു പദ്ധതി കൂടി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് തൊട്ടു പിന്നാലെ എത്തും. വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ്. നഗരത്തിലെ തിരക്കൊഴിവാക്കി കണ്ടെയ്നർ നീക്കം സുഗമമാക്കും റിംഗ് റോഡ് പദ്ധതി. റോഡിലൂടെയുള്ള ചരക്കു നീക്കം ഗതാഗത തടസ്സങ്ങളില്ലാതെ നടക്കുക എന്നതാണ് റിംഗ് റോഡ് നിർമ്മാണത്തിന്റെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല, പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ റോഡിനിരുവശവും വൻ നിക്ഷേപങ്ങളുണ്ടാകും. ഇത് സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കും. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പകുതി ചിലവും സർവീസ് റോഡ് നിർമ്മാണവും സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നാണ് ഹൈവേ അതോറിറ്റിയുടെ ആവശ്യം. ഇതാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണം. എന്നാൽ 2 വർഷത്തിനുള്ളിൽ റിംഗ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ചരക്കു നീക്കം സുഗമമാക്കുന്നതിനൊപ്പം വിഴിഞ്ഞത്തെ റെയിൽ തുരങ്കപാതയും ഔട്ടർ റിംഗ് റോഡും സമ്മാനിക്കാൻ പോകുന്നത് വൻ വ്യാവസായിക തൊഴിൽ സാധ്യതകളാണ്. 2 പദ്ധതികളും ഉടനടി നടപ്പിലാക്കാനുള്ള തിരക്കിട്ട നടപടികളിലാണ് സർക്കാർ. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം.